കാശ്മീരിലെ ഖത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയായിരുന്നു. ചെനാബ് പാലം നേരത്തെ മന്ത്രി രാജ്യത്തിനായി തുറന്നുകൊടുത്തിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അഭിസംബോധന പ്രസംഗം നടത്തിയതിൽ പാകിസ്ഥാനെതിരെ കൃത്യമായ മറുപടിയൊപ്പം ശക്തമായ വിമർശനവുമാണ് ഈ പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രി നടത്തിയത്. ഇന്ന് ജൂൺ 6-ാം തീയതി കൃത്യം ഒരു മാസം മുൻപാണ് പാകിസ്ഥാന്റെ വിധിദിനമുണ്ടായത്. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷനിലൂടെ ആ ദൗത്യത്തിലൂടെയാണ് പാകിസ്ഥാൻ ഞെട്ടിവിറച്ചത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേട്ടാൽ ഏത് സമയത്തും പാകിസ്ഥാൻ ഞെട്ടിത്തരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ രീതിയിൽ ഇന്ത്യയുടെ കരുത്തെന്താണെന്ന് പാകിസ്ഥാനും ഒപ്പം മറ്റ് ലോകരാഷ്ട്രങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഭാഗമാകാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു എന്നുകൂടിയാണ് പ്രധാനമന്ത്രി ഈ അഭിസംബോധന പ്രസംഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്നും. അച്യുതൻ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം അത് പാകിസ്ഥാനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒപ്പം വിമർശനമാണ്, ഒപ്പം മറ്റ് രാഷ്ട്രങ്ങൾക്കുള്ള അറിയിപ്പ് കൂടിയാണ്. എത്രമാത്രം വലുതാണ് രാജ്യം, എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു രാജ്യം, പ്രത്യേകിച്ചും ഈ പ്രതിരോധ മേഖലയിലും ഒപ്പം തന്നെ മറ്റ് എല്ലാ ടെക്നോളജിയിലും ഒക്കെ രാജ്യം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ അത് വ്യക്തമാക്കുകയായിരുന്നല്ലോ പ്രധാനമന്ത്രി. സജിൻ, തീർച്ചയായിട്ടും ഒരു ശക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വച്ച് ഭീകരവാദത്തിനെതിരെ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് കൃത്യമായ വികസനം, അതായത് പെഹൽഗാം ഭീകരാക്രമണം നടത്തുമ്പോഴും ഇന്ത്യയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ആക്രമണം തീവ്രവാദികൾ നടത്തിയത് എന്നതായിരുന്നു ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നത്. അത് തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അതിനുശേഷം ഈ ടൂറിസം മേഖലയിൽ അടക്കം വന്ന ചില ഈ ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം പരിഹാരമായി കൊണ്ടാണ് നിലവിലെ ഈ വികസന പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽപാത യാഥാർത്ഥ്യമാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ജമ്മു കശ്മീരിന്റെ വികസനം ത്വരിതപ്പെടുത്തും എന്നും പ്രധാനമന്ത്രി പറയുകയാണ്. ഒപ്പം തന്നെ ചെനാബ് റെയിൽപാലം ഇഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും വലിയ ആഘോഷമാണിതെന്നും ജമ്മു കാശ്മീരിൽ നിന്നാണ് പ്രധാനമന്ത്രി സന്ദേശം നൽകുന്നത്. പെഹൽഗാമിൽ നിരപരാധികളെ പാകിസ്ഥാൻ വധിച്ചു. അതിന് മറുപടി നൽകിയത് പാകിസ്ഥാൻ ഉള്ളിച്ചെന്ന് 22 മിനിറ്റിനുള്ളിൽ അതിന് കൃത്യമായ മറുപടി നൽകി. ഒപ്പം വിനോദസഞ്ചാരം ജീവനമാർഗമാക്കിയ ആദിലിനെ ഭീകരർ കൊലപ്പെടുത്തി. അത്തരം ക്രൂരകൃത്യങ്ങൾ രാജ്യത്ത് നടത്തി. പാകിസ്ഥാന് ഇതിനെല്ലാം ഇന്ത്യ തക്കതായ മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഞെട്ടിവിറയ്ക്കുന്ന അവസ്ഥയിലാണെന്നും പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം ഈ ഷെൽ ആക്രമണത്തിൽ തകർന്ന അല്ലെങ്കിൽ വീട് തകർന്നവരും അതിൽ മരിച്ചവരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇതിൽ ഷെൽ ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി നൽകും. ഷെൽ ആക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപ കൂടി നൽകും. പൂർണ്ണമായും തകർന്നവർക്ക് 2 ലക്ഷം രൂപ നൽകുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ജമ്മു കാശ്മീരിലെ ജനതയെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, ജമ്മു കാശ്മീരിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള വികസന പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും നടപ്പിലാക്കിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ രാജ്യാതിർത്തിയിൽ ഇനിയും വലിയ വലിയ വികസനങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിൽ ചെനാബ് പാലം പോലെയുള്ള പുതിയ സങ്കേതങ്ങൾ, സൗകര്യങ്ങൾ അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും. ആ രീതിയിലുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യം എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഖത്രയിൽ.